ഹായ്, നമസ്തേ. കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പ്രീതിക്കും അതുപോലെ തന്നെ ശനിദോഷ നിവാരണത്തിനും എള്ള് ഉത്തമമാണ്. അത് നീലാഞ്ജന വിളക്ക് തെളിയിക്കുമ്പോൾ എള്ള് കൊണ്ട് കിഴി കെട്ടിയിട്ടാണ് നീലാഞ്ജന വിളക്ക് തെളിയിക്കുന്നത്. അതുപോലെ തന്നെ മഹാദേവൻ്റെ പ്രീതിക്കും അനുഗ്രഹത്തിനും എള്ള് പായസം ഉത്തമമാണ്. ശനിദോഷം അകലുവാനും മഹാദേവൻ്റെ പ്രീതി കിട്ടുവാനും വേണ്ടിയിട്ട് നമുക്ക് എള്ള് പായസം നിവേദിക്കാവുന്നതാണ്. അപ്പോൾ എള്ള് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നെയ്യ്, എള്ള്, തേങ്ങ, പഴം പഴഞ്ഞൊടിയത്, ശർക്കരപ്പാണി, ഏലക്ക, ഉണക്കമുന്തിരി, പഞ്ചസാര ഇവയെല്ലാം നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഉരുളി ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ച് തേങ്ങ കൊത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഒരുവിധം ബ്രൗണായി കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റി വെക്കുക. തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചത് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങാക്കൊത്ത് വീണ്ടും അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു ബ്രൗൺ കളർ ആവുവോളം ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കാതിരുന്നാൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. ഇതിൻ്റെ കൂടത്തെ എള്ളും കൂടെ മൂപ്പിച്ച് വെക്കുക. തേങ്ങ മൂത്തതിന് ശേഷം രണ്ടും മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ ശർക്കരപ്പാനി എടുത്തൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ശർക്കരപ്പാനി കട്ടിയാകുവോളം ഇളക്കുക. നന്നായിട്ട് ഇളക്കുക. ഇളക്കി നല്ല കട്ടിയായതിനു ശേഷം അതിലേക്ക് നമ്മൾ എള്ള് ആഡ് ചെയ്യും. എള്ള് ആഡ് ചെയ്തിട്ടും വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഒരുവിധം മിക്സ് ആയതിനു ശേഷം അതിനകത്തോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലും സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കുക. പിന്നെ അതിനകത്ത് തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരി, പഴം ഞെവിടി വെച്ചത് ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇളക്കി ഒരുവിധം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഏലക്ക പൊടിച്ചത് ഇടുക. ഏലക്ക പൊടിച്ചത് ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എള്ള് പായസം റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.